സോ ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സംതിങ് വിച്ച് വാസ് നോട്ട് എക്സ്പെക്ടഡ് ദാറ്റ് ഹാപ്പൻ അല്ലെ. അതായത് നമ്മുടെ നീറ്റ് എക്സാം. ജസ്റ്റ് നിങ്ങൾ അവിടെ ആ ഒരു എക്സാം സെന്ററിലൊക്കെ എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജസ്റ്റ് അടുത്ത ദിവസം ഈ എക്സാം സെന്റർ അങ്ങോട്ട് എക്സാം സെന്ററിൽ എത്താൻ വേണ്ടി പ്രിപ്പയർഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ടാകാം. എല്ലാവർക്കും ഒരു അടി തന്നെയായിരുന്നു എക്സാക്ട്ലി തലേന്ന് അപ്രതീക്ഷിതമായിട്ട് ഡേറ്റ് മാറ്റുക എന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇന്ന് നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന റീസൺ യു മൈറ്റ് ബി ലോസ്റ്റ് അറ്റ് സം പോയിന്റ് അല്ലെ. ഇങ്ങനെ ഒരു നല്ലൊരു മൊമെന്റും ഒക്കെ ആർജിച്ച് നമ്മൾ പഠിച്ച് ആ ഒരു എക്സാമിന് നമ്മുടെ ഫുൾ ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും പരീക്ഷ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊന്ന് ബാക്ക് ടു ദ ട്രാക്ക് എത്താനായിട്ട് കുറച്ചധികം കഷ്ടപ്പെടും. നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ ആ ഒരു ഇറ്റ് ഷുഡ് ഹാപ്പൻ അല്ലെ. നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും എന്താ ശരിക്കും സംഭവിക്കുന്നത്, നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. ഇപ്പൊ ഒരു 4 എക്സാം ഉണ്ടെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ റിലാക്സ് ആയി വരും. അപ്പൊ ഈ നീറ്റ് പി ജി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം വരുന്ന ഒരു വലിയ എക്സാം ആണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ അത്രയും ആൻസൈറ്റിയും എല്ലാം ബിൽഡപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതാൻ പോയൊരു പരീക്ഷ, അത്രയും ആന്റിസിപ്പേഷനോടെ പോയ, പ്രതീക്ഷകളോട് പോയൊരു പരീക്ഷയാണ് അത്. പക്ഷെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ചെറുതായി ഒന്ന് പോസ്റ്റ്പോൺ ആകപ്പെട്ടു. ആൻഡ് ഇവിടെ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ആ ഒരു 1 മന്ത്, ഇനി മുന്നോട്ടുള്ള ഒരു 1 മന്ത് നിങ്ങൾ ഇപ്പം ലൈക്ക് കുറച്ച് ട്രാക്ക് വിട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കുറച്ചൊരു സീരിയസ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സീരിയസ്നെസിന്റെ ഇതൊക്കെ ആ ഒരു പീരീഡ് കഴിഞ്ഞു. ലൈക്ക് എത്ര നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നിൽക്കാമോ ആ പീരീഡ് ഇപ്പൊ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വീണ്ടും എക്സാക്ട്ലി 1 മന്ത് എന്നൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ഗോള്. അപ്പൊ അതിനായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഈ ട്രാക്കിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. സോ ഹൗ ക്യാൻ വി കം ബാക്ക് ടു ദ ട്രാക്ക്? ബേസിക്കലി ഞാൻ എന്റെ പ്രീവിയസ് സെഷനിൽ, ലാസ്റ്റ് സെഷനിൽ ഞാൻ എങ്ങനെയാണ് ലാസ്റ്റ് 1 മന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നിരുന്നു. ബട്ട് ഐ എം പ്രിറ്റി ഷുവർ പല കുട്ടികൾക്കും ചിലപ്പോൾ അത് ലൈക്ക് ലാസ്റ്റ് മന്തിന്റെ ആ ഒരു ടെൻഷനിലും ആ ഒരു ഹസലിലും എല്ലാം നമുക്ക് ചിലപ്പോൾ ആ ഫുള്ളി അതൊക്കെ ഉൾക്കൊണ്ട് ചിലപ്പം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഈവൻ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മൊത്തം ചെയ്തു പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാമിന്റെ തലേന്ന് വരെ നിങ്ങൾ പ്രിപ്പയർഡ് ആയി വന്ന സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും നന്നായിട്ട് അറിയാം അല്ലെ. സോ ഈ ഒരു 1 മന്തിനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബോണസ് മന്ത് ആയിട്ട് ചിന്തിച്ചുകൂടാ? നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ഉള്ള കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് സബ്ജക്ട്സ് ഉണ്ട് എങ്കിൽ, ആൻഡ് യു ആർ എ ലിറ്റിൽ വീക്ക് ഇൻ സംതിങ് എൽസ് ആണെങ്കിൽ, ആ വീക്ക് ആയിട്ടുള്ളതിനെ ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രോങ് ആയിട്ടുള്ളതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ട് ഈ വരുന്ന ഒരു 1 മന്തിനെ നമുക്കൊന്ന് പരിഗണിക്കാം. സോ പോസ്റ്റ്പോൺമെന്റ് പല രീതിയിൽ പലതവണ, എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ ഇപ്പൊ നമ്മുടെ ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്തൊക്കെ വന്നു. സോ പോസ്റ്റ്പോൺമെന്റ് ഓൾവേസ് ആൻ അൺസർട്ടനിറ്റി. ഇനി നമുക്കിപ്പം അടുത്ത പരീക്ഷ നമ്മൾ എഴുതാൻ പോകുമ്പോഴും എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വാട്ട് ഈസ് ഇൻ അവർ ഹാൻഡ്സ്? എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലെ. ഒരു മാസം കൂടെ നമുക്ക് കയ്യിൽ തന്നിട്ടുണ്ട്. ഈ ഒരു മാസം കൂടെ നമ്മൾ ഇരുന്ന് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഈ ഒരു 1 മന്ത് ടൈം പീരീഡ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കുറെ പിയേഴ്സ് ദേ മേ നോട്ട് ഹാവ് ഗിവൺ എ ഗുഡ് പെർഫോമൻസ്. ആ ഒരു ലാസ്റ്റ് ടൈമിലെ ജീറ്റുകളാവട്ടെ, അല്ലെങ്കിൽ ചിലപ്പം പരീക്ഷ എഴുതാനാണെങ്കിൽ തന്നെയും ദേ മേ നോട്ട് ബി മച്ച് ഷുവർ അബൌട്ട് ദംസെൽസ്. അങ്ങനെയുള്ള കുറച്ച് പിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരും എന്താണ് ഈ ഒരു 1 മന്ത് കൊണ്ട് മുന്നോട്ടേക്ക് എത്താനായിട്ട് ശ്രമിക്കും. നിങ്ങൾ ഓൾറെഡി നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്താനായിട്ട് ഇനി കുറെ പേര് ശ്രമിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പൊസിഷനിൽ നിന്ന് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ നിങ്ങൾ പഠിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹാങ് ഓവർ ആണെന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും എനിക്കിത് പഠിക്കാൻ വയ്യ എന്ന് ബേൺ ഔട്ട് ആയതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ അതർ പീപ്പിൾ വിൽ അഹെഡ് ഓഫ് യു അല്ലേ. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. സോ നമുക്ക് അങ്ങനെ വെറുതെ ഐഡിയൽ ആയിട്ട് ഇരിക്കാനും നമുക്ക് ടൈം ഇല്ല. വീണ്ടും ഇത് ഈ പറഞ്ഞ ടോപ്പിക് ഒക്കെ വായിക്കുന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ നമ്മുടെ സ്റ്റഡി മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ, കുറച്ച് രസമാക്കണം. ഇനി നിങ്ങൾക്ക് ലൈക്ക് ഒരു 1 മന്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ പഠിക്കാൻ ആക്ച്വലി ഇപ്പൊ ഒരു അവസരം ഓപ്പൺ ആയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ എങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും? അപ്പൊ ഈ ഒരു 1 മന്തിനെ നമുക്കൊന്ന് പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ തിങ്ക് നിങ്ങളിപ്പോ ഓൾറെഡി കുറച്ച് പേരെങ്കിലും ലൈക്ക് ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാനിലേക്ക് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇതുവരെ ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ സെറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്, സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്, ഇതെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട്. സോ ആ ഒരു നോളേജിനെ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ വരുന്ന ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇന്നത്തെ ദിവസം തൊട്ട്
ഓഗസ്റ്റ് 10 വരെയുള്ള ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഇന്ന് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ ഗോൾ. ആൻഡ് നിങ്ങൾ തുടങ്ങിയ സമയത്തും നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ 8 മണിക്കൂറും 10 മണിക്കൂറും 12, 14 മണിക്കൂറും ഒക്കെ പഠിക്കുന്നവരായിരിക്കാം. ആ ഒരു ടൈം പീരീഡ് ഇപ്പൊ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തില്ലേ, ഇനി നമുക്ക് വീണ്ടും ആ അത്രയും ടൈം ഒക്കെ എടുത്ത് നമുക്ക് ഇൻപുട്ട് ഒക്കെ എടുത്ത് കുറച്ചൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മൊത്തത്തിൽ അങ്ങ് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് ഇരുന്ന് പഠിക്കുക ഒന്നും പോസിബിൾ അല്ല. നമ്മളൊരു ഹാങ് ഓവർ കഴിഞ്ഞ് വരുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഈസി. അപ്പൊ അതിനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് പോമിഡോറോ ടെക്നിക്. എപ്പോഴും എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഒരുപാട് മെന്റേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും പോമിഡോറോ ടെക്നിക്. ദിസ് വാസ് വെരി ഇഫക്റ്റീവ് ഫോർ മീ. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നേരം ഇരുന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ച് ലൈക്ക് ഒരു 1 hour 2 hour ഒന്നും കണ്ടിന്യൂസ് അറ്റൻഷനോടെ ഇരുന്ന് പഠിക്കാനായിട്ട്, ഇവൻ ലെക്ചർ ക്ലാസ്സസ് പോലും എനിക്ക് കേൾക്കാനായിട്ടുള്ള ക്ഷമയില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ കൂടുതൽ ഇൻഫർമേഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ പൊമിഡോറോ ടെക്നിക്കിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 20 minutes പഠിക്കാനായിട്ട് എടുക്കും. ഈ 20 minutes നിങ്ങൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടൊന്ന് പഠിക്കുന്നു. ബിക്കോസ് ഒരു മനുഷ്യന് ആവറേജ് എത്ര നേരം അറ്റൻഷൻ സ്പാൻ കിട്ടും? ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുക്ക് നോക്കി മാക്സിമം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എങ്ങനെ പോയാലും ആ ശ്രദ്ധ നഷ്ടപ്പെടും അല്ലെ? അപ്പൊ നമ്മൾ ആ വയബിൾ ആയിട്ടുള്ള ആ ഒരു പീരീഡ്, ആ ഒരു 20 minutes അത് നിങ്ങൾ സ്റ്റഡി ടൈം ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് 5 minutes നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്, ബട്ട് നോട്ട് എനിത്തിങ് ദാറ്റ് മേക്സ് യു ലൂസ് യു ഫോക്കസ്. അതായത് ഇൻസ്റ്റയിൽ പോകാമെന്ന് വിചാരിക്കരുത്, ഫേസ്ബുക്കിൽ പോയി ഇരിക്കാന്ന് വിചാരിക്കരുത്, ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നോ, നിങ്ങളൊരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 hours നിങ്ങൾ അതിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 hours ഈ 20-20-20-20 എന്നുള്ള രീതിയിൽ 4 ബ്രേക്ക് വരും അല്ലെ? കംപ്ലീറ്റ് 2 hours കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ബ്രേക്ക് കിട്ടുള്ളൂ. അതുവരെ നിങ്ങൾ 5 മിനിറ്റിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേക്കുകൾ എടുക്കുന്നത്. ഫുള്ള് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 to 15 minutes ബ്രേക്ക് എടുക്കാം. സോ ആ അത്രയും സമയം നിങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തുകൊണ്ട് വീണ്ടും നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്ത് റീചാർജ് ചെയ്ത് അടുത്ത 20 minutes പഠിക്കാനായിട്ട് വിനിയോഗിക്കുകയാണ്. സോ 25 minutes ബ്രേക്ക്, 25 minutes ബ്രേക്ക്, ഇങ്ങനെ പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് റീറ്റെയിൻ ചെയ്യാനും ആ ഒരു മോണോട്ടോണിസിറ്റി ഒക്കെ ഒന്ന് ഒഴിവാക്കാനും ദിസ് പോമിഡോറോ ടെക്നിക് ഇസ് ആക്ച്വലി ഗോയിങ് ടു ഹെൽപ്പ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ഹെൽപ്പ് യു ഗെറ്റ് ബാക്ക് ടു ദ ട്രാക്ക് ഓൾസോ. നിങ്ങൾ ഇങ്ങനെ പോമിഡോറോ ടെക്നിക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 week നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയാൽ നിങ്ങൾക്ക് തിരിച്ച് ഇതിലേക്ക് ഒരു ഫോക്കസ് എത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 hours ഒക്കെ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പം ഡിസ്ട്രപ്റ്റഡ് ആയി കിടക്കുന്ന ആ ഒരു അറ്റൻഷൻ സ്പാൻ ഈ പൊമഡോറോ ടെക്നിക് വഴി പയ്യെ 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 നിങ്ങൾക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ യൂസ് യുവർ ആ ഒരു ഇൻഡ്യൂഷൻ ഒക്കെ ഉപയോഗിക്കുക. എന്നിട്ട് ഈ പറയുന്ന മെത്തേഡ് വെച്ചിട്ട്, ഈ പറയുന്ന മെത്തേഡ് ഇഫ് ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ടു യു, സി ഐ ആം ടെല്ലിങ് സംതിങ് എന്ന് വെച്ച് അതാണ് റൈറ്റ് മെത്തേഡ് എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന മെത്തേഡാണ്, ഞാൻ അതിന് കുറച്ച് സജഷൻസ് തരുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നുന്നത് അതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാം. സോ പൊമഡോറോ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് നീറ്റിന്റെ ഇനി വരാൻ പോകുന്ന പാറ്റേൺ എങ്ങനെയാണ്, 2 ഷിഫ്റ്റ് ആണെന്ന് പറയുന്നു, പല ഡിവിഷൻസ് പറയുന്നു. സോ ഇനിയുള്ള GTs നിങ്ങൾ ചെയ്യുമ്പോഴും ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ 1 month ഉണ്ട്. അപ്പൊ ഈ 1 month ഐ പ്രിഫർ ടു സേ ഡു GTs ലൈക്ക് ക്രേസി. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബോണസ് ടൈം ആയിട്ട് കൂട്ടുക. ഐ വുഡൻ സജസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്. കസ്റ്റം മൊഡ്യൂളിനെക്കാളും എല്ലാം ഞാൻ ഈ ഒരു പോയിന്റിൽ സജസ്റ്റ് ചെയ്യുക GTs ആണ്. കാരണം ഇതിന്റെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ തന്നെ നമുക്ക് ഈ എക്സാം നമുക്ക് സർവൈവ് ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ ആ രീതിയിൽ തന്നെ ഈ ഒരു 1 month നമുക്ക് കുറച്ച് ഈവൻ ദാറ്റ് ചേഞ്ച് ഇൻ പാറ്റേൺ പോലും നമുക്ക് എങ്ങനെയാ വന്നത്, കുറച്ചൊരു പെട്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. ക്ലോസർ ടു ദ എക്സാം ആണ് ചേഞ്ച് ഇൻ പാറ്റേണിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയത് അല്ലെ? അപ്പോ നമുക്ക് ആക്ച്വലി അതിന് എങ്ങനെയായിരുന്നു എന്നൊക്കെ വലിയ ധാരണയൊന്നുമില്ല. സ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് 1 മാസം സമയം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു പാറ്റേൺസിൽ നമുക്ക് GT ചെയ്യാനായിട്ട് പറ്റും. ഐ വുഡൻ സേ ഡെയിലി GT ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. GT അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ നിങ്ങൾക്ക് 2 GT എങ്കിലും കൊടുക്കാനുള്ള ടൈം ഇടാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. ആൻഡ് GTയില് വെരി ഇമ്പോർട്ടന്റ്ലി GTസിനെ ഒരിക്കലും നിങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റിവ്യൂ ചെയ്യുമ്പോൾ ഇരുന്ന് വിശദമായി റിവ്യൂ ആണ് സമയം ഇനി നമുക്ക് ഒട്ടുമില്ല. GTs ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളുടെ കാൽക്കുലേറ്റഡ് ഗസ്സിങ് വർക്ക് ആവുന്നുണ്ടോ. അതായത് ചില ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഓർമ്മയുണ്ടാവും, കുറച്ച് അറിവുണ്ടാവും, എങ്കിലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യണം അല്ലെ? ചിലതിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല, എങ്കിലും നമുക്ക് ചില സമയത്ത് അത് റിസ്ക് എടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ പഴയ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. സോ അങ്ങനെ നിങ്ങൾക്ക് GTs അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാൽക്കുലേറ്റഡ് ഗസ്, നിങ്ങളുടെ MCQ സ്കിൽ അത് ഇംപ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ
ഓൾമോസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് ഇനി ഇത്രമാത്രം റിവിഷൻ, ഇനി പഠിക്കാത്തത് ഇത്രയും റിവിഷൻ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും എനിക്ക് പ്രായോഗികമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. GTs ഐഡിയലി വീക്കിലി ഒരു ട്വൈസ് 2 GT എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് GTയിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക. ഫുൾ അറ്റൻഷൻ 3.5 hours ആണെങ്കിൽ ആ ഫുൾ ടൈമും ഇരുന്ന് നിങ്ങൾക്ക് അത് കറക്റ്റ് ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആക്യുറസി, വാട്ട് ഈസ് ആക്യുറസി? ആക്യുറസി നിങ്ങളുടെ സ്പീഡും നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുന്ന സ്കില്ലും, ഇത് രണ്ടും കൂടെ ചേർന്നാലാണ് ആക്യുറേറ്റ് ആവുക. സോ ആക്യുറസി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? റാങ്ക് കിട്ടുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് മാർക്ക് അധികം ഉണ്ടാക്കാതെ സേഫ് ആയിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചിലപ്പം റാങ്ക് കിട്ടും. പക്ഷെ അത്ര നല്ല റാങ്ക് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അതുപോലെ തന്നെ സ്പീഡിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ്. മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് റിവ്യൂ ചെയ്യാനൊക്കെ പറ്റി, അത് കാരണം എന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം കിട്ടുന്നത് കൂടുന്നു എന്ന് പറയുന്നതും ഓക്കെ. പക്ഷെ ദാറ്റ് മേ നോട്ട് ലീഡ് ടു എ ഗുഡ് റാങ്ക്. ഒരു നല്ല റാങ്ക് എത്തണം എന്നുള്ള ഹോപ്പ് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ആക്യുറസി ഇസ് ഇമ്പോർട്ടന്റ്. നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ സ്പീഡും ഉണ്ടാവണം. അപ്പൊ സ്പീഡ്, നെഗറ്റീവ് മാർക്ക്, MCQ സ്കിൽസ്, ഗസ്സിംഗ് സ്കിൽസ്, ഇതൊക്കെയാണ് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 1 month നിങ്ങൾ ചെയ്യാൻ പോകുന്ന GTയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കോറും മാർക്കും എല്ലാം അതിന് പാരലൽ ആയിട്ട് മാത്രം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഓരോ തവണ GT ചെയ്യുന്തോറും നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി വരും. ഓരോ തവണ GT ചെയ്യുമ്പോഴും ഏതെങ്കിലും ഇടങ്ങളിൽ നമ്മൾ വീക്ക് ആണോ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി നമുക്ക് മിസ് ഔട്ട് ആയിപ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഈ എക്സാം വന്നപ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റാത്ത ചില ടോപ്പിക്കുകളുണ്ടാവും. അതിനും കൂടെ കുറച്ച് സ്ട്രെസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഗ്രാൻഡ് ടെസ്റ്റുകൾ റിവ്യൂവിന് ഒത്തിരി സമയം കളയേണ്ട, ഓടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ച് അങ്ങ് പോയാൽ മതി. റിവ്യൂ ഐ വുഡ് സേ ഒരു 3.5 മണിക്കൂർ നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. 3.5 മണിക്കൂർ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1/2 to 45 minutes. അതിനപ്പുറം നിങ്ങൾ റിവ്യൂവിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റിന്റെ ഉത്തരവും നോക്കുക. തെറ്റായിക്കോട്ടെ, ശരിയായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയേയില്ലാത്ത ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആൻസർ. എപ്പോഴാണ് നിങ്ങൾ തിരിച്ച് നോട്ട്ബുക്ക് പോയി വായിക്കേണ്ടത്? ഓൺലി വെൻ യുവർ കോൺസെപ്റ്റ്സ് ആർ നോട്ട് ക്ലിയർ. നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ട്, നിങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഉത്തരം, പക്ഷെ ആ ഉത്തരം അങ്ങനെയല്ല വന്നിരിക്കുന്നത് ആൻസർ കീയില്. അതിന് അവർ തന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ കോൺസെപ്റ്റ് നിങ്ങൾ തിരിച്ച് പോയി കറക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് ഡു ദ GT. സോ ഐഡിയലി GTs ആർ എ വെരി ഇമ്പോർട്ടൻസി. നിങ്ങൾക്ക് ആ ട്രാക്കിൽ തിരിച്ചു വരാനും GTs നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ചിലപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഈ ഒരു ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കാര്യമായൊന്നും പഠിക്കാതെ ഫസ്റ്റ് GT വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ GTയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന വരില്ല. പക്ഷേ മാർക്ക് കുറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടോ? ഐ ഹാവ് ഹേർഡ് പീപ്പിൾ സെയിങ് മാർക്ക് കുറഞ്ഞു പോയി, വിഷമാകുന്നു. ബട്ട് അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്തൂടെ? അടുത്ത തവണ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം എന്നുള്ളൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തൂടെ? സെയിം. സോ ഐ വുഡ് സജസ്റ്റ് GTs ക്ലിയർ കട്ടായിട്ട് GTs നിങ്ങൾ നല്ല രീതിയിൽ ഹോൾ ഹാർട്ടഡ്ലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ നല്ല രീതിയിൽ ചെയ്യുക. ദെൻ ഐ വുഡ് സേ കീപ്പിംഗ് ദ സ്പിരിറ്റ്സ് ഹൈ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾ നിങ്ങളുടെ പിയേഴ്സിനെ നോക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഈ ട്രാക്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. അവരൊക്കെ വീണ്ടും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ചിലര് ലൈക്ക് ദേ വുഡ് ബി പീപ്പിൾ ഹു സേ ലൈക്ക് എനിക്ക് അപ്പൊ അത്രയും സമയം കിട്ടില്ല, ഇനിയിപ്പോ 1 മാസം കിട്ടിയല്ലോ, എനിക്ക് ഇനി പഠിച്ചെടുക്കാലോ, ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാകും. സോ പല രീതിയിലുള്ള പല സ്റ്റേജിലുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവരൊക്കെ ഒരു ഫുട്ടിൽ എത്തേണ്ടിയിരുന്ന ഒരു സമയം കഴിഞ്ഞ് വീണ്ടും 1 മാസം കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മളെ ഹൈ ആയിട്ട് സ്പിരിറ്റ്സ് ഹൈ ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് വേണ്ടത്? വി ഷുഡ് അവോയ്ഡ് ദിസ് കമ്പാരിസൺ. ഓക്കെ, മറ്റൊരാളെ കുറിച്ചും ഈ ഒരു സമയത്ത് നിങ്ങളുടെ തോട്ട് പോകണ്ട. ചിലപ്പോൾ നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റ്, ചില മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൽ നിൽക്കുന്നവരുണ്ടാവും, ചിലർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആയിരിക്കാം, ചിലർ റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ആയിരിക്കാം. സോ വാട്ട് എവർ ബി ദ സ്റ്റേജ് യു ആർ ഇൻ, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങളുടെ പ്രിപ്പറേഷൻ, ഇത് മാത്രമേ ഇവിടെ മാറ്റർ ചെയ്യുന്നുള്ളൂ. മാക്സിമം ഗ്രാൻഡ് ടെസ്റ്റുകൾ ചെയ്ത് മാക്സിമം നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ റിവിഷൻ പാരലൽ ആയിട്ട് കൊണ്ടുപോകണം. സോ ഇനി റിവിഷൻ പാരലൽ ആയിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ബേസിക്കലി ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, അതായത് നിങ്ങൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, അല്ലെ? ഫ്രം ദിസ് ടു ദാറ്റ് പോയിന്റ് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ. നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സ്, സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാകും. ഐ വുഡൻ സേ ഒരു 2 ദിവസം ഫുള്ള് നിങ്ങൾ ഫാർമക്ക് പഠിക്കുക, അടുത്ത 3 ദിവസം നിങ്ങൾ സർജറി പഠിക്കുക, അതിന്റെ അടുത്ത 2 ദിവസം നിങ്ങൾ ഡെർമറ്റോളജി പഠിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു തരില്ല. അങ്ങനെ അത് ദാറ്റ്സ് നോട്ട് ഫീസിബിൾ. നിങ്ങളുടെ ഏതാണ് ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്, വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്, ഇതിലൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. എനിക്ക് ഫോർ എക്സാമ്പിൾ ഫോർ മീ SPM വാസ് ലിറ്റിൽ ടഫ്. പക്ഷേ ഐ ഹാഡ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ഫൗണ്ട് ആൻസറിങ് SPM ക്വസ്റ്റ്യൻസ് വെരി ഈസി. സോ SPM-ന് എനിക്ക് വേണ്ടത്ര സമയമായിരിക്കില്ല മറ്റൊരാൾക്ക് വേണ്ട. സോ ഐ വുഡൻ സേ എ ടൈലർ മേഡ് പ്ലാൻ ഫോർ ദാറ്റ്. ഞാൻ പറയുന്ന ഒരു സജഷൻ, ഒരു ദിവസം നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും
ആക്റ്റീവായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ഇരിക്കുന്ന സമയം മോർണിംഗ് ടൈം ആയിരിക്കും. സോ മോർണിംഗ് ടൈമിൽ ഡെഫിനറ്റ്ലി കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതാണോ ടഫ്, നിങ്ങൾക്ക് സർജറി ആണ് ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി ആദ്യത്തെ ആ ഒരു ഫേസിൽ എടുക്കുക. പിന്നെ നിങ്ങൾ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് വരെയുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദ ടൈം നിങ്ങൾ കുറച്ച് ലൈക്ക് യു വിൽ ഡെഫിനറ്റ്ലി ബി എ ലിറ്റിൽ മോർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു റിലാക്സ് സ്പേസ് ആയിരിക്കും. മേ ബി എ ലിറ്റിൽ ടയർഡ്, മേ ബി ലിറ്റിൽ സ്ലീപ്പി. സോ ആ ഒരു ടൈമിൽ ഒത്തിരി നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി അത് നിങ്ങളുടെ തലയിൽ നിൽക്കില്ല. സോ ആ സമയത്ത് കുറച്ചൊരു ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഈസി സബ്ജക്ട്സ് യൂഷ്വലി ഷോർട്ട് സബ്ജക്ട്സും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അനസ്തേഷ്യ ഒക്കെ യൂഷ്വലി കുട്ടികൾക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്ട് ആണ്. ഡെർമറ്റോളജി അത്യാവശ്യം എളുപ്പമുള്ള ഒരു സബ്ജക്ട് ആണ്. അപ്പൊ ഈ സബ്ജക്റ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വാസ്റ്റ് അല്ല, വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ആ ഉച്ചക്കത്തെ ആ ഒരു ചെറിയൊരു ടൈം പീരീഡിനകത്ത് നമുക്ക് അവരെ ഫിറ്റ് ചെയ്യാനും പറ്റും. സോ ആ രീതിയിൽ ഒരു ഈസി സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഒരു മിഡിൽ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ വാക്ക്, എക്സസൈസ്, ടീ, കോഫി ഒക്കെ കുടിച്ച് അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊന്ന് ഫ്രഷ് ആൻഡ് എനർജൈസ്ഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മോഡറേറ്റ്ലി ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് തേർഡ് സെഷനിൽ പ്ലേസ് ചെയ്യാം. സോ അങ്ങനെ 3 ഡിഫറെന്റ് സബ്ജക്ട്സിനെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മോണോട്ടോണിസിറ്റി ഒക്കെ ഒഴിവാകും, നിങ്ങളുടെ ആ ഒരു ബോറടി ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് പഠിക്കുമ്പോൾ ഇനി എന്ത് പഠിക്കണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഏരിയാസ്, ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡു നോട്ട് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റഡിയിങ് ദം. ഇനി വീണ്ടും ഇത് വായിച്ചെടുക്കേണ്ട കാര്യം ഇനി നിങ്ങൾക്കില്ല. അത്യാവശ്യം നിങ്ങൾക്ക് മെമ്മറി ഉള്ള കാര്യമാണെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് ഓടിച്ച് വായിച്ചാൽ പോലും ദാറ്റ് വിൽ ബി സഫിഷ്യന്റ്. എന്നാൽ കൺസെപ്റ്റ് ക്ലിയർ അല്ല, നിങ്ങൾക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തെറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത ഏരിയകൾ വരുമ്പോൾ ആ ഏരിയകൾ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കി ഏരിയകളെ വളരെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ തന്നെ, നമ്മൾ വിചാരിക്കുന്ന ജസ്റ്റ് സ്കാൻ ചെയ്ത് പോയത് കൊണ്ട് എന്തായിരിക്കും, പക്ഷെ നിങ്ങൾ പലതവണ ആ പേജിലൂടെ സ്കാൻ ചെയ്ത് പോയതാ. അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ മെമ്മറിയിൽ അത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. ഒരു MCQ ഫോമിൽ അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ ആ റൂൾ ഔട്ട് സ്കില്ലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തെളിഞ്ഞു വരും. സോ നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോകാൻ എന്തായാലും സാധിക്കില്ല. അപ്പൊ ഈ ഒരു ടൈം പീരീഡ് 1 മന്ത് എന്ന് പറഞ്ഞാലും 1 മന്തും എത്രാമത്തെ റിവിഷൻ എന്ന് പറഞ്ഞാലും വി നോ ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു സ്റ്റഡി അല്ലെ. അപ്പം അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓടിച്ചു വിടുക. മഗപ്പ് ചെയ്യേണ്ട, മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ചൊന്ന് സ്പെസിഫിക് എംഫസൈസ് കൊടുത്ത് പഠിക്കുക. ആൻഡ് ഇതിന്റെ കൂടെ എല്ലാ ദിവസവും നൈറ്റ്, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് ഒരു 1 അവർ മുമ്പ് നിങ്ങളുടെ മെമ്മറി കുറച്ചൊന്ന് ഷാർപ്പ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ വോളറ്റൈൽ ബുക്കിൽ നിങ്ങൾക്ക് മപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഗ്രാഫ്, ഫോർമുലാസ്, ചാർട്ട്, 1 വേർഡ് ആൻസേഴ്സ്, ഇതെല്ലാം നിങ്ങൾ എഴുതിയിട്ടുള്ള നമ്മുടെ വോളറ്റൈൽ ബുക്ക്, അത് പറ്റുമെങ്കിൽ ഒരു 1-2 പേജോ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കി ഒട്ടിക്കുന്നവരായിരിക്കും, ജസ്റ്റ് നിങ്ങൾ ഒട്ടിച്ച വോളിന്റെ മുന്നിൽ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു തവണ ഒന്ന് വായിക്കാം. ദാറ്റ് ജോബ് ഇസ് ആക്ച്വലി സിമ്പിൾ. ഓക്കെ, ബുക്കിന്റെ മുന്നിൽ ഇങ്ങനെ മോണോട്ടോണസ് ആയിട്ട് ഇരിക്കണ്ട. GTs ചെയ്യുന്നതും ഇറ്റ്സ് എ വേ ഓഫ് മേക്കിംഗ് തിങ്സ് മോർ എന്റർടൈനിങ്. അതിന്റെ കൂടെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ട്രാക്കിലെത്താനും ഒരു രസമൊക്കെ തോന്നും പഠിക്കാനായിട്ട്. പിന്നെന്താ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലെ. ചില ഏരിയാസ്, ചില ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് യു ഗൈസ് ക്യാൻ സെലക്ട് എ സെയിം കസ്റ്റം മൊഡ്യൂൾ. ഓക്കെ, ഒരേ കസ്റ്റം മൊഡ്യൂൾ എടുക്കുക. ഓവർ ദ ഫോൺ രണ്ടുപേരും ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നതെന്ന് എന്റെ ഫ്രണ്ടിനോടും, എന്റെ ഫ്രണ്ട് എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് എന്നോടും പറയുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. സോ ഒരുമിച്ചിരുന്ന് ഒരേ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ചെയ്യാണ്. സോ ഒരുമിച്ചിരുന്ന് ഒരേ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ എന്റെ വേ ഓഫ് തിങ്കിങ് വർക്ക് ആയില്ലെങ്കിൽ മറ്റൊരാളുടെ വേ ഓഫ് തിങ്കിങ് എങ്ങനെ അവിടെ വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് എനിക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ പല രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ ഇതുപോലത്തെ കമ്പൈൻ സ്റ്റഡി സെഷൻസിൽ നിന്നും മറ്റും കിട്ടും. പിന്നെയുള്ള നമ്മുടെ ഇമേജ് ബാങ്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഇമേജ് ബാങ്ക് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഈവൻ ഒരു മൈന്യൂട്ടസ്റ്റ് ടോപ്പിക് ആയിക്കോട്ടെ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇമേജ് നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻഷോട്ടുകളായിട്ട് ഗൂഗിൾ പേജുകൾ ഉണ്ടാവണം, അത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കണം. ഈ ഇമേജ് ബാങ്കിലും കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാം. സോ ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ടുവേർഡ്സ് ദ എൻഡ്, കുറച്ചുകൂടെ ലേറ്റ് നൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 1 അവർ 2 അവർ ഒക്കെ നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതിയാകും. സോ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാണ് വിത്ത് എ പൊമിഡോറോ ടെക്നിക്ക്. ഞാൻ ഈ പറഞ്ഞ പോലെ 3 ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചെങ്കിൽ ജസ്റ്റ് തിങ്ക്, ഒരു ദിവസം നിങ്ങൾ എന്തോരം പഠിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. അതിന്റെ കൂടെ പാരലലി നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റിങ്ങും നടക്കുന്നുണ്ട്, ഇമേജസ് നിങ്ങൾ ഷാർപ്പൺ ആവുന്നുണ്ട്. ആൻഡ് ഇഫ് യു ആർ കമ്പൈനിങ് ഇറ്റ് വിത്ത് എ ഫ്രണ്ട്,
നിങ്ങളുടെ ആ ഒരു ലൈക്ക് കോൺഫിഡൻസും കുറച്ചുകൂടെ കൂടും. ബിക്കോസ് ഡെഫിനറ്റ്ലി രണ്ടുപേരും ഒറ്റയ്ക്ക് നമ്മളിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ അവസ്ഥയിലുള്ള ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കംഫർട്ടിംഗ് ആണല്ലോ. സോ അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരോടും സംസാരിച്ച് കൂടെ ഇരുന്ന് പഠിക്കുക. സോ ഓൾ ദീസ് ടുഗെദർ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ചില ഹൈ ഡേയ്സ് ഉണ്ടാവും, ലോ ഡേയ്സ് ഉണ്ടാവും. എന്നാലും പറ്റുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ പഠിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ 1 മന്തിന് ശേഷം എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രോപ്പർ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ലേൺ ഇൻ എ ഡേ, ഓക്കെ, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു ലേൺ ഇൻ ദ കമ്മിങ് 1 മന്ത്. അപ്പൊ അതെല്ലാം കൂടെ അങ്ങ് ടാലി ആയാൽ മതി. ഒരു ദിവസം നിങ്ങൾക്ക് അത്ര പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം അത് മേക്കപ്പ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 1 മന്ത് മുഴുവൻ പഠിക്കാനായിട്ട് സാധിക്കണം. സോ ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു കാര്യം കാൽക്കുലേറ്റഡ് ഗസ്സിങ്ങിന്റെ കാര്യമാണ്. അതിന് കുറച്ചുകൂടി ഞാൻ ഓൾറെഡി പ്രീവിയസ് സെഷൻസ് കുറെ എടുത്തിരുന്നു. കാൽക്കുലേറ്റഡ് ഗസ്സിങ് നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്ങനെ പോയാലും നീറ്റ് പി ജിയിൽ നമുക്കറിയാം 2 ഓപ്ഷൻസ് മിക്കവാറും തെറ്റായിരിക്കും. പിന്നെ വരുന്ന ആ 2 ഓപ്ഷൻസ് അതിൽ നിന്ന് കറക്റ്റ് ഗസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെമ്മറി മാത്രം പോരാ, കുറച്ചൊരു ഗസ്സിങ് സ്കില്ലും കൂടെ വേണം. സോ അത് ഇതിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ സോ ഐ ഗസ് ഐ ടോക്ട് അബൌട്ട് ഹൗ വി ക്യാൻ കം ബാക്ക് ടു ദ ട്രാക്ക്, അല്ലെ? ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഇപ്പൊ യുദ്ധത്തിന് പോവുകയാണ്, പക്ഷെ പോയ വഴിക്ക് ക്ലൈമറ്റ് വാസ് നോട്ട് ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു സീജ് കിട്ടി, അല്ലെ? നമ്മളൊരു താമസിക്കാനായിട്ട് തൽക്കാലം നമ്മളൊരു ടെമ്പററി ആയിട്ട് എവിടെയാണോ നമ്മൾ യുദ്ധം നടത്തേണ്ടത് അതിന് പുറത്ത് നമ്മളൊരു സീജ് കെട്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫോർ ദ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ സീജ് കെട്ടി നിൽക്കുന്ന ആൾക്കാർ വെറുതെ ഇരുന്ന് അവരുടെ സമയം കളയുകയാണ് ചെയ്യുക? അല്ല, അവരവിടെ ഇരുന്ന് വാട്ട് ആർ ദ അതർ യുനോ പൊളിറ്റിക്സ്, ബാക്കി അതർ എന്ത് ടെക്നിക്സ് വഴിയാണ് നമുക്ക് ഈ വാറിൽ ജയിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അവരവരുടെ സ്കിൽസ് ഒക്കെ പോളിഷ് ചെയ്തെടുക്കുന്നുണ്ടാകും. സോ അതേപോലെ ഒരു സീജ് സ്റ്റേറ്റിലാണ് നമ്മൾ. ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ താന്നു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതൊരു വലിയ നഷ്ടമാകും, അല്ലെ? സോ ഈ ഒരു പീരീഡ് നമുക്ക് ലൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ടൈമാണ്. ആൻഡ് ഈ ഒരു ടൈം നിങ്ങൾ സംഭരിക്കുക. നിങ്ങളുടെ മാക്സിമം ഇതുവരെ എവിടെയൊക്കെയാണോ നിങ്ങളുടെ വീക്ക്നെസ് ഉള്ളത് ആ വീക്ക് പോയിന്റുകളെല്ലാം സ്ട്രോങ് ആക്കാനുള്ള ആ ഒരു ടൈം പീരീഡ് ആണ് ഇതൊന്ന് മനസ്സിലാക്കുക. അത് പരമാവധി യൂസ് ചെയ്യുക. ആൻഡ് 1 മന്തിനെ നിങ്ങൾ ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് കാണണ്ട. ഐ നോ യു ഗൈസ് മൈറ്റ് ബി ഫ്രസ്ട്രേറ്റഡ്. ഇതേ ഒരു ഫേസിൽ കൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. വെൻ എവർ ഐ ഗോ യുനോ ഐ ഓൾവേസ് തിങ്ക് ഈ ലാസ്റ്റ് ഒരു 1 മന്ത് ഞാൻ എങ്ങനെയാണ് കടന്നുപോയതെന്ന് ഞാൻ നിങ്ങളുടെ കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ അതെന്റെ മൈൻഡിലുണ്ട്. I was really anxious and all. So you can definitely talk to any one of us. You can definitely talk to your mentors. നിങ്ങളുടെ ഈ ഒരു ഫേസ് കടന്നുപോയി ഇപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാകും. I wouldn't suggest talking to your parents or someone unless they are doctors or somebody. കാരണം മെഡിക്കൽ ഫ്രറ്റേണിറ്റിയിൽ മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ബന്ധമില്ലാത്ത പേരൻസ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രെസ് ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവണമെന്നില്ല. സോ അത് കുറച്ച് ഈ ഒരു എക്സാമിന്റെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും എല്ലാം അവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. സോ ഐ വുഡ് സേ ബെറ്റർ ടോക്ക് ടു സംബഡി ഹു ഹാസ് പാസ് ദ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് കടന്ന് അതും സർവൈവ് ചെയ്ത് നല്ലൊരു പി ജി എടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ഒരു സമയം കടന്നു പോകും. ഈ ഒരു മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പോകും. അടുത്ത നീറ്റിന്റെ സെഷൻ വരും. ഇനി ഇവര് നമ്മളെ സ്ക്രൂ ചെയ്യില്ല എന്ന് നമുക്ക് വിചാരിക്കാം. വാട്ട് എവർ. സോ ജസ്റ്റ് ഇപ്പോഴും പിന്നെ ഐ ഹാഡ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദ ജി ടിസ് സ്കോർ കുറയുന്ന ഒരു കാര്യം. അതായത് സ്റ്റിൽ ദ ജി ടി സ്കോർസ് ആർ ലോ. ഐ തിങ്ക് യു ക്യാൻ യൂസ് ദിസ് 1 മന്ത് ഫോർ ദാറ്റ്, അല്ലെ? ജി ടി സ്കോർ എപ്പോഴും ഞാൻ പറയുന്നത് ജി ടി സ്കോർ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. പക്ഷെ ജി ടി സ്കോർ കുറച്ചെങ്കിലും ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ മെറിറ്റ് ഓൾസോ. ഓക്കെ, പയ്യെ പയ്യെ കൂടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. പയ്യെ പയ്യെ കൂടുള്ളൂ. ഇനി നീറ്റ് പി ജിയുടെ കാര്യം പറയുമ്പം വാട്ട് എവർ ക്വസ്റ്റ്യൻ ബാങ്ക്സ് യു ആർ ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് എവർ ജി ടി സി ആർ ഡൂയിങ് എല്ലാം ഓരോ പ്ലാറ്റ്ഫോമിലും ക്യൂറേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവയൊന്നും ഈ പറഞ്ഞ നീറ്റ് പി ജിയിൽ യഥാർത്ഥത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, പക്ഷെ അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ട് പരിചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ മിക്ക ക്വസ്റ്റ്യൻസും ക്യൂറേറ്റഡ് ബൈ അതർ പീപ്പിൾ ആയിരിക്കും. സോ നീറ്റ് പി ജി എക്സാം എങ്ങനെ പോയാലും നിങ്ങൾ ചെയ്യുന്ന ഒരു ആവറേജ് ജി ടി എക്കാളും ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ഒരു ആവറേജ് ജി ടി എക്കാളും എളുപ്പമായിരിക്കും. സോ എത്രയാണോ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന മാർക്ക് അതിലും കൂടുതൽ മാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നീറ്റ് പി ജിയിൽ കിട്ടും. ഇപ്പോഴും ഗ്രാൻഡ് ടെസ്റ്റിന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ എന്തൊക്കെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ടൈം കുറച്ച് കൂടുതൽ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട്. ഇതെല്ലാം എങ്ങനെ കിട്ടുക? ടൈം മാനേജ്മെന്റ് ആവട്ടെ, ഇതെല്ലാം ജി ടിസിൽ വേണം. നമുക്ക് ജി ടിസ് ആണ് നമ്മുടെ പ്രാക്ടീസ് ഗ്രൗണ്ട്, അല്ലെ? അപ്പൊ ജി ടി ചെയ്ത് ആ
ഏരിയ ഒക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണം. പിന്നെന്താ ചെയ്യാൻ പറ്റുക? മെമ്മറി ബൂസ്റ്റിംഗ്, ഓക്കെ, റിവിഷൻ, റിപ്പീറ്റഡ് റിവിഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി സ്കോർസ് വിൽ ഇംപ്രൂവ്. അതിൽ ഏറ്റവും പ്രധാന MCQ സ്കില്ലാണ്. ഐ ഹാവ് ലിസൺ ടു മെനി സ്റ്റുഡൻസ്, എല്ലാവരും നന്നായിട്ട് ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഇരുന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് ആ ഒരു ടൈം ഒക്കെ അത്രയും സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. ദേ ആർ കമ്മിങ് ആൻഡ് സെയിങ് അവർക്ക് GTസിൽ സ്കോർ കിട്ടുന്നില്ല. ആൻഡ് 2 മേജർ റീസൺസ് ആണ് അതിനുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ MCQ സ്കിൽസിന്റെ ഒരു പ്രോബ്ലം. 2, മെമ്മറിയുടെ പ്രോബ്ലം ആണ്. മെമ്മറി ബൂസ്റ്റിങ്ങിന് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ പ്രീവിയസ് സെഷൻസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ എംപ്ലോയ് ഓൾ ഓഫ് ഇറ്റ്. ഇപ്പം ഈ ഒരു മന്ത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആൻഡ് ഈ ഒരു ടൈം പീരീഡിൽ അത് മാക്സിമം ഇൻകോപ്പറേറ്റ് ചെയ്ത് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി വരുന്ന GTസിലെല്ലാം. ആൻഡ് ഐ തിങ്ക് ഇഫ് യുവർ സ്കോർ ഇസ് ലോ ഇൻ GTs, ഈ വരുന്ന ഒരു 3 വീക്ക് കുറച്ച് നല്ല രീതിയിൽ മോർ GTs അറ്റൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങളുടെ ഫ്രീക്വൻസി ഓഫ് ഡൂയിങ് GTs അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റിവിഷൻ അല്ലെങ്കിൽ ടൈം ഫോർ റിവിഷൻ, ഇതെല്ലാം ഇൻഡിവിജ്വൽ തിങ് ആണ്. അതിൽ എനിക്ക് അങ്ങനെ ഒരു കമന്റ് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഐ ക്യാൻ സേ ഇഫ് യുവർ റാങ്ക്സ് ആർ ലോ, കുറച്ച് കൂടുതൽ ഫോക്കസ് GTസിൽ കൊടുത്ത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ദെൻ ഇനിസെറ്റിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിസെറ്റിന്റെ ടോപ്പിക്സ് കുറെയൊക്കെ കോമൺ ആയിട്ട് വരാറുണ്ട്. സോ ഇനിസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. പക്ഷെ ഇനിസെറ്റ് ചെയ്യേണ്ടത് അതിന്റെ ക്വസ്റ്റിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയല്ല, എന്താണ് അവരതിൽ പറയുന്ന കോൺസെപ്റ്റ്. കാരണം നീറ്റ് PGയെക്കാളും കുറച്ചും കൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ കുറച്ചുകൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ടോപ്പിക്സ് ആണ് നമുക്ക് എന്തിൽ വരിക, ഇനിസെറ്റിൽ വരിക. നീറ്റ് PGയെക്കാളും കുറച്ചുകൂടെ കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അപ്പൊ ആ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഇനിസെറ്റിന്റെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. FMG ക്വസ്റ്റ്യൻസ് നീറ്റ് PGയോട് കുറെ സാമ്യത പുലർത്തുന്നതാണ്. പക്ഷെ FMG ക്വസ്റ്റ്യൻസ് നീറ്റ് PGയോട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടുള്ള എക്സാം ആണ്. FMGയുടെ ലെവൽ കുറച്ച് താഴെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നീറ്റ് PGക്ക് അകത്ത് വരുന്ന ഒരു ഈസി പാർട്ട്, എല്ലാ എക്സാമിനും ഒരു ഈസി, മോഡറേറ്റ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ. അതിൽ നീറ്റ് PGയിൽ വരുന്ന ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസിന്റെ റേഞ്ചിലാണ് FMGയുടെ ഫുൾ പരീക്ഷ വരിക. സോ FMG ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും ഐ വുഡ് സേ ഇറ്റ് ഇസ് ഗുഡ്. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇനിസെറ്റ്, FMG, നീറ്റ് PG, ഇത് മൂന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ബട്ട് അതിന് ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ടും ടോപ്പിക്സ് ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ് പറയേണ്ടത്. Is it a good option to shift place of study from hostel to home at this point? ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. അതായത് ഐ അറ്റംപ്റ്റഡ് സ്റ്റഡിയിങ് അറ്റ് ഹോസ്റ്റൽ. ഐ ആക്ച്വലി ട്രൈഡ്. ഒരു 1 മന്തോളം ഐ ആക്ച്വലി ട്രൈഡ്. ബട്ട് ദെൻ ബിക്കോസ് ഞാൻ ഹോസ്റ്റൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, വീട്ടിലിരുന്ന് എനിക്ക് ഇന്നേ വരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു തോട്ടാണ്. കാരണം ഞാൻ ലൈക്ക് ഒരു +2 ടൈം തൊട്ടേ ഹോസ്റ്റലിലുള്ള ആളാണ്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോകും, ഓരോ ഡിസ്ട്രാക്ഷൻസ് വരും, പഠിക്കാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു 1 മന്ത് ഹോസ്റ്റലിൽ നിന്നപ്പോഴും എനിക്ക് ഇതേ ഇഫക്റ്റ് തന്നെയായിരുന്നു. ആൻഡ് ഐ തോട്ട്, ഹൗ ഡസ് ഇറ്റ് മാറ്റർ വേർ വി ആർ? ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി ഇരുന്ന് പഠിക്കാം. ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഐ ഹാഡ് പ്രോപ്പർ ഗുഡ് ഫുഡ്. ഓൾ 3 മീൽസും എനിക്ക് നന്നായിട്ട് കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്. ഐ എം വിത്ത് മൈ ലവ് ബീങ്സ്, അല്ലെ എൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കൂടെ. സോ അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ലൗഡ് അറ്റ്മോസ്ഫിയർ ഉണ്ട്, ദാറ്റ് ഇൻഹെറന്റ്ലി മേക്സ് എ ലിറ്റിൽ കാം. സോ അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഹോമിലുണ്ട്, അല്ലെ? എന്നാൽ ചില ആളുകൾക്ക് അപ്പോഴും ഹോം അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കില്ല. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്ന എൻവയോൺമെന്റ് ആയിരിക്കാം. ഈവൻ ഫ്രം അവർ പേരൻസ് ചില സമയത്ത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അങ്ങനത്തെ കുറെ ഡിസ്ട്രാക്ഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ദ വിൽ ബി റിലേറ്റീവ്സ് കമ്മിങ് ഹോം, നമ്മൾ അവരെ പോയി കാണണം, സംസാരിക്കണം. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എക്സാമിന്റെ തലേന്നാണെങ്കിൽ പോലും വി വിൽ ഹാവ് ടു ഡു ദാറ്റ്, അല്ലേ? സോ ഇൻ സച്ച് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ലൈക്ക് വി ഹാവ് ടു മേക്ക് എ ചോയ്സ്. സോ ഫോർ മീ, ഐ കൺസിഡേർഡ് ഗോയിങ് ടു ദ ഹോം വാസ് ബെറ്റർ ദാൻ ഹോസ്റ്റൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത്രയും ദിവസം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് അതിലൊരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ എൻവയോൺമെന്റിനോട് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആയി പൊരുത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ കണ്ടിന്യൂ അറ്റ് യുവർ ഹോസ്റ്റൽ. ഞാൻ എൻ്റെ വീട്ടിനോട് അത് കഴിഞ്ഞ് വല്ലാതെ അങ്ങ് പൊരുത്തപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകാതിരുന്നതിന്റെ റീസൺ ഇറ്റ് വാസ് ബിക്കോസ് ആ സർക്കംസ്റ്റാൻസസുമായിട്ട് ഞാൻ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോയി. എനിക്ക് ആ സർക്കംസ്റ്റാൻസിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ഒരു നല്ലൊരു സാഹചര്യം ഉള്ളതായിട്ട് ഇറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ എന്ന് തോന്നിയതുകൊണ്ട്. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ലൈക്ക് ഒരു പേഴ്സണൽ ചോയ്സ് ആണത്. സോ ഇത്രയും നാള് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ് എങ്കിൽ 1 മാസം കൂടെ അല്ലേ ഉള്ളൂ, കണ്ടിന്യൂ ഇൻ ദ ഹോസ്റ്റൽ.
പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുന്നതിന്റെ ഒരു സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഫുഡിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡിസ്ട്രാക്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് ഗോ ടു യുവർ ഹോം സ്റ്റഡി. ഓക്കെ, സോ യു ക്യാൻ മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ by comparing the pros and cons by yourself. So I think it's almost half an hour and I will just summarize for you. Summarize ചെയ്യുന്നതിന്റെ ഒരു മെയിൻ ജിസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു 1 month പീരീഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു 1 month പീരീഡ് നിങ്ങൾക്കൊരു ബ്രേക്ക് വന്നു, ഓക്കെ. പക്ഷെ നിങ്ങൾ ആ ബ്രേക്ക് കടന്ന് മുന്നോട്ടേക്ക് പഠിക്കാൻ വരേണ്ട ആ ഒരു സമയം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ്സ് മാക്സിമം ഹൈ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ടോക്ക് ടു യുവർ മെന്റേഴ്സ്, ടോക്ക് ടു യുവർ ടീച്ചേഴ്സ്, ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് കം ബാക്ക് ടു ദ ട്രാക്ക്. അതിന് വരാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തൊരു മെത്തേഡ്, ഒരു ദിവസം നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. രാവിലത്തെ സമയം ഒരു ഹാർഡ് സബ്ജക്റ്റിനും ഉച്ചക്കത്തെ സമയം ഒരു ഈസി സബ്ജക്റ്റിനും അത് കഴിഞ്ഞുള്ള ടൈം ഒരു മോഡറേറ്റ്ലി ഈസി സബ്ജക്ട് എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് ചോയ്സ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഇഫ് പോസിബിൾ ഒരു വോളറ്റൈൽ ബുക്ക് റിവിഷൻ, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് റിവിഷൻ, അല്ലെങ്കിൽ കമ്പാരിസൺ സ്റ്റഡി വിത്ത് യുവർ ഫ്രണ്ട് ഒരു റിവിഷൻ പ്രോസസ്, ഇമേജ് ബാങ്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. GTs മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഒരു 2 GTs എങ്കിലും പെർ വീക്ക് നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു 3 ആഴ്ച കൊടുക്കാനായിട്ട് സാധിക്കും. ഡു നോട്ട് ബോദർ അബൌട്ട് ദ റാങ്ക്സ് ഓർ സ്കോർസ് അഗെയിൻ, ബിക്കോസ് നീറ്റ് PG is going to be definitely easier than the GTs. GTസിന് റിവ്യൂ ചെയ്ത് സമയം കളയരുത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഗോ ബാക്ക് ആൻഡ് ലേൺ ദാറ്റ്. ആൻഡ് ഓൾസോ വൈൽ റിവൈസിങ് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ഇല്ലാത്ത ഭാഗത്തിന് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കിയെല്ലാം ജസ്റ്റ് ഗോ ലൈക്ക് ഗ്ലാൻസ് ചെയ്ത് ജസ്റ്റ് അങ്ങ് വിടുക. Then also, work on your memory boosting tricks while learning. And also എല്ലാ GTയിലും നിങ്ങളുടെ കാൽക്കുലേറ്റഡ് ഗസ്സിംഗ് സ്കിൽ, നിങ്ങളുടെ MCQ സ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സോ ജസ്റ്റ് തിങ്ക് ദാറ്റ് യു ആർ ഓൺ എ സ്റ്റേജ്. നിങ്ങൾ ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ചില പെർട്ടിക്കുലർ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനായ അല്ലെങ്കിൽ നിങ്ങളുടെ യുദ്ധഭൂമിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചില്ല. യു ഹാഡ് ടു ടേക്ക് എ ഫ്യൂ സ്റ്റെപ്പ് ബാക്ക്. ആ ബാക്കിൽ എടുത്ത ആ സ്റ്റെപ്സിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സിറ്റുവേഷൻ റീഅനലൈസ് ചെയ്യാണ്. ആ റീഅനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യാണ്. ഒരു പ്രോപ്പർ സ്ട്രക്ചറും ഷെഡ്യൂളും ഉണ്ടാക്കുകയാണ്. ആൻഡ് വെൻ വി ആർ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്, ഈ ഒരു 1 month കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഗുഡ് റിസൾട്ട്, ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്, അല്ലെ? ആൻഡ് ഓഫ് കോഴ്സ് PG ലൈഫിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഉണ്ട്. സംബഡി ആസ്ക്ഡ് മീ ഹൗ ഇസ് ദ ഡെർമറ്റോളജി ലൈഫ് അറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇറ്റ്സ് ഗുഡ്. ഫോർ ഡെർമറ്റോളജി ഒബ്വിയസ്ലി പ്രൊഫഷണൽ പാർട്ടിൽ, അതായത് നമ്മുടെ വർക്കിംഗ് ആസ്പെക്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ്. വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ബെറ്റർ. പക്ഷെ നല്ല രീതിയിലുള്ള അക്കാഡമിക് പ്രഷർ ഉണ്ട്. അക്കാഡമിക്സ് അതുപോലെ തന്നെ പഠിക്കാനായിട്ടും ഒക്കെ ഒറ്റയുണ്ട്. സോ എവറി ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസ് ആൻഡ് കോൺസ്, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രീം ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡ്രീം ബ്രാഞ്ചിലേക്ക് നമ്മൾ എത്താനായിട്ട് വീണ്ടും നമ്മളൊന്ന് എനർജി സംഭരിക്കുകയാണ്. ഞാനൊരു പോമഡോറോ ടെക്നിക്കിന്റെ കാര്യം പറഞ്ഞു. 20 minutes വിത്ത് 5 minutes ബ്രേക്ക് എടുക്കുക. ആ 5 minutes മറ്റ് ഡിസ്ട്രാക്ഷനിലേക്ക് പോകാതെ യു മേ ഹിയർ എ സോങ് or you may simply sit with your eyes closed. ആ ഒരു ഡിസ്ട്രാക്ഷൻ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും യു സ്റ്റാർട്ട് സ്റ്റഡി. അപ്പൊ ആ ഒരു പോമഡോറോ ടെക്നിക്ക് നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്ത് പയ്യെ നിങ്ങൾക്ക് ട്രാക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്, ഫുൾ അങ്ങ് ഓടിക്കോണം, ലാസ്റ്റ് മൊമെന്റ് വരെ ഓടിക്കോണം. ആൻഡ് ദാറ്റ് ഇസ് വെൻ യു സി. ഇനി അവർ ഇപ്പം നമുക്ക് മനസ്സിലായി 4-5 തവണ പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. യു നോ ദാറ്റ് യു കനോട്ട് ഡിഫീറ്റ് ദ സിസ്റ്റം. ദ സിസ്റ്റം ഇസ് ഓൾവേസ് ഗോയിങ് ടു മേക്ക് us feel bad. അപ്പോ സിസ്റ്റത്തെ നമുക്ക് ചിലപ്പോൾ തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ യു നോ ദാറ്റ് സിസ്റ്റം എപ്പോൾ വേണേലും പണി തരാം. അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾ നമ്മുടെ പാർട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. ആൻഡ് there were some people who started ഇന്റേൺഷിപ്പ് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങുന്നവരുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കുള്ള ഡീറ്റെയിൽഡ് സെഷൻസ് ആർ അപ്കമിങ്. ഈ ഒരു 1 month നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, റിവിഷൻ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. റിവിഷൻ നോട്ട്സും സബ്ജക്ട്സും ഒക്കെ പറ്റുമെങ്കിൽ ഈ മന്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒക്കെ ഒന്ന് ഓടിച്ച് കേൾക്കുക. പറ്റുന്ന പോലെയൊക്കെ ചെന്ന് നീറ്റ് PG ഒന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കൊരു വിശദമായ ലൈക്ക് യു ഹാവ് എ ലോട്ട് ഓഫ് time left before you, and I will be there to mentor you, guide you along with other members of Bhatia. So I think our time is up and I guess there are no more questions. So thank you guys. And ഈ ഒരു ടൈം മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ.